MLA മതിൽ പിടിച്ചെന്നൊരു പറയാൻ സാധ്യതയില്ല. അവിടെ ഈ പ്രസവം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഉച്ചയ്ക്ക് അവിടെ ഓടിച്ചെന്നു. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ MLA ശേഷം അവിടെ 2 കൊല്ലം മുമ്പ് ഞാനവിടെ പോകുമ്പോൾ ഈ പുറകുഭാഗം പാടശേഖരവും മുൻഭാഗം പുഴയുമാണ്, ആറാണ്. അപ്പൊ അവിടെ ആ ചിറയിൽ ജീവിക്കുന്ന ആളുകൾ ഒരമ്മയെ അവിടെ തന്നെ ഈ ചിറ തന്നെ പൊക്ക വ്യത്യാസമാണ് നടക്കുന്ന ഭാഗം. അപ്പോൾ ഒരു കസേര ഇരുത്തിയിട്ട് ആ കസേരയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ പൊക്കി വലിച്ചു കയറ്റുന്നതാണ് ഞാൻ കാണുന്നത് അവിടെ നടന്ന് ഞാൻ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ നമ്മുടെ ഇത്തരം ചുമതല വഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്തരമൊരു അവസ്ഥ നമ്മളുടെ ഒരു മണ്ഡലത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് പരിഹരിക്കണം തീരുമാനിച്ചു. 1,87,00,000 രൂപ അതിനുവേണ്ടി ആ റോഡിന് വേണ്ടി മാത്രം വകയിരുത്തി. ഏതാണ്ട് ഒരു 650-700 മീറ്റർ വരും. അവിടെ ഒരു 4 മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയുള്ളൊരു സ്കീമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗമായിട്ട് വെച്ചത്. അതിന്റെ തുടക്ക ഭാഗമാണ് ഈ പറയപ്പെട്ട ഈ റിസോർട്ട്. ആ റിസോർട്ട് മുത്തൂറ്റിന്റെ ആണ് സ്ഥലത്തെ അവരുടെ ഉടമസ്ഥത ഇപ്പോൾ വേറൊരു കമ്പനിക്ക് നടത്തിപ്പിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് 1 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. സൗഹാർദ്ദപരമായി തന്നെ ഒരു വീതി എടുക്കണം എന്ന രീതിയിൽ അവര് പഴയ ലിത്തവും അപ്പും പഴയ രേഖയും നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ തെക്കേറ്റത്ത് 5.8 മീറ്റർ വീതി ഉണ്ടായിരുന്ന വഴിയാണ് തെക്കേറ്റം. ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ എത്ര വീതി ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊരു അധികം കടന്ന് മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് വർഷമായി മതിലിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരോട് സംസാരിച്ച് ഒരു സൗഹാർദ്ദപരമായി തന്നെ വീതി എടുത്ത് അവർക്കും ഗുണമാണ്. അവർക്കിപ്പോൾ ഗസ്റ്റ് വരുന്നതല്ല ഈ പറഞ്ഞ ചെളി ചവിട്ടിയാണ് വള്ളത്തേക്ക് ഇറങ്ങേണ്ടത് ഈ മഴയുള്ള സമയത്ത്. ഇതിപ്പോൾ നീറ്റായി കഴിഞ്ഞാൽ അവർക്കും അവരുടെ ബിസിനസ്സിനും സൗകര്യപ്രദമാണ്. അപ്പൊ ഇവിടം തൊട്ട് വലിയപറമ്പ് പാലം വരെയുള്ള ഈ ആറ്റുതീരത്തുള്ള ആളുകൾക്ക് ഒരു സൈക്കിൾ പോലും മര്യാദയ്ക്ക് ചവിട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് അവരൊരു 1 മാസമായിട്ടും ഒരു ആൻസർ തന്നില്ല. ഇങ്ങനെ കമ്മിറ്റി കൂടട്ടെ, അവിടെ മേളിൽ തീരുമാനിക്കട്ടെ. അപ്പൊ ഇതിന്റെ MDയുടെ മറ്റും നമ്പർ ചോദിച്ചു. ഞാൻ ഇന്നലെ ഈ പ്രശ്നം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ നമ്പർ ചോദിച്ചു. അപ്പൊ നമ്പർ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും നമ്മൾ സംസാരിക്കണം. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത നിലയിൽ ഒരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്ത് വന്നത്. ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ പാടശേഖരത്ത് വിത്തിടണം. അവിടെ ഒരു മോട്ടോർ തറയുണ്ട്. അപ്പൊ അവിടെ പൈപ്പിട്ട് മോട്ടോർ തറ കറക്റ്റ് ചെയ്താൽ മാത്രമേ പിന്നെ വർക്ക് നടത്താൻ പറ്റൂ ഈ സീസണിൽ. അപ്പൊ കൃഷിക്കാർ ബഹളമായി പെട്ടെന്ന് വിത്തിടണം എന്നുള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ ആ പൈപ്പ് അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി JCB കയറ്റിയപ്പോഴാണ് ഇങ്ങോട്ട് വഴിയിൽ കടന്ന് കയറി നിന്ന മതിലിന്റെ ഭാഗം അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യം വന്നത്. അല്ല, മൊത്തം മതിലൊന്നും പൊളിച്ചിട്ടില്ല. ഇങ്ങോട്ട് വഴിയിലേക്ക് കടന്നു നിൽക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആലപ്പുഴയിൽ നിങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണിത്. ആലപ്പുഴയിലെ ചില വൻകിടക്കാര റിസോർട്ടുകാർ അവർ തോട് കൈയേറുന്നു, തോട് പുറമ്പോക്ക് അവർ സ്ഥലമായി രൂപാന്തരപ്പെടുത്തുന്നു. ഇപ്പൊ നിങ്ങൾ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട റിസോർട്ട് പോയി നോക്കിയാൽ കാണാം, ഓരോ ഏക്കറിന് മേലെ നികത്തിയിരിക്കുകയാണ്. ചതുപ്പാണെന്ന് പറഞ്ഞ് നികത്തിയിരിക്കുകയാണ്. ഒരു റിസോർട്ടിന്റെ ഈ പുന്നമടക്കായലിൽ നിന്ന് ഇങ്ങനെ തോട് കീറി റിസോർട്ടിനകത്തേക്ക് തോട് കീറി വെച്ച റിസോർട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വാർത്ത കൊടുക്കുമോ? ഞങ്ങൾക്ക് ഇവിടെ ആരുടെ ഒരു ഔദാര്യം വേണ്ട. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമായി ഇത്തരം വാർത്തകൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഇതുപോലെ വൻകിടക്കാരായ റിസോർട്ടിന്റെ ആളുകൾ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, മര്യാദയ്ക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരുപറ്റം ആളുകൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഇതുപോലെ പൊതുതോട്, പൊതുവഴി, അല്ലെ പൊതുവഴിയായി കിടക്കുന്ന ചിറ, ഇതെല്ലാം പൂർണ്ണമായി കൈവശപ്പെടുത്തി സ്വന്തം സ്ഥലം പോലെ കൈകാര്യം ചെയ്യാം. അപ്പൊ അതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന്റെ മാനേജ്മെന്റ് അനുഭാവപൂർവ്വമായി ഒരു സമീപനം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്കും ഗുണകരമായ ഒരു കാര്യമാണ്. ഇത്രയും പതിറ്റാണ്ട് തലമുറകളായി ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബൈക്ക് പോലും പോകാത്ത വഴിയിൽ ജീവിക്കുന്ന മനുഷ്യരെ അവിടെ ഒരു 4 മീറ്റർ വീതിയിൽ ഒരു വഴി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ വീതി വേണമെന്നൊരു ആവശ്യം നമ്മളെല്ലാം ഉന്നയിക്കപ്പെടുന്നത്. അവർക്ക് റിട്ടേണായി തന്നെ കൊടുത്തു. അവർ അനുകൂലമായി തീരുമാനിച്ച് തരുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, MLA വിളിച്ചെന്ന് പോലീസ് കേസ് കൊടുത്തില്ലെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനവിടെ ചെന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പെറ്റീഷൻ കൊടുത്തു മനസ്സിലായി. പക്ഷെ MLA പൊളിച്ചു എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലായിട്ടുള്ള കാര്യം. കേസ് കൊടുത്തിനിപ്പോ കേസ് വന്നാലും പ്രശ്നമില്ല. കാര്യം ഇത് ജനങ്ങൾക്ക് നടക്കാൻ സ്വാതന്ത്ര്യം വേണ്ടേ? അവരത്ത് നമ്മളെല്ലാം നടക്കുന്ന വഴിയും ജീവിക്കുന്ന സ്ഥലവും നമ്മൾ നോക്കുക. അപ്പം അവിടെ ഒരു കർഷക തൊഴിലാളികളാണ്, സാധാരണ തൊഴിലാളി കുടുംബങ്ങളാണ്. അപ്പൊ അവരിങ്ങനെ എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര തലമുറ കഴിഞ്ഞാലും ഇങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. അത് മുത്തൂറ്റിൻ്റെതാണ് ഈ സ്ഥലം. പക്ഷെ ഇപ്പൊ അവരെല്ലാം നടത്തുന്നത് വേറൊരു കമ്പനിയാണ് ഇപ്പോൾ അത് നടത്തുന്നത്. അതിനെ മാനേജ്മെന്റ് അനുകൂലമായി തീരുമാനിക്കണം.
അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വഴിയാണ്, ഇവർക്കും ഗുണകരമായിട്ടുള്ള വഴിയാണ്. ഇവിടെയാണൊരു ഈ ഹൗസ് ബോട്ട് വന്ന് കയറി പോകുന്നൊരു പോയിന്റാണിത്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഗസ്റ്റുകൾ വന്ന് ഈ ചെളിവെള്ളത്തിൽ ഇറങ്ങിയാണ് ഇങ്ങോട്ട് കയറേണ്ടത്. അതെല്ലാം നീറ്റായി മാറുകയും ചെയ്യും. നിർമ്മാണ പ്രവർത്തനമായി മുന്നോട്ട് പോകും. അത് നമ്മൾ റിട്ടേൺ ആയി 1 മാസത്തിൽ കൂടുതലൊക്കെ ഒരു സ്വകാര്യ കമ്പനിക്ക് സമയം കൊടുത്ത് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഗവൺമെന്റ് ഭാഗമായി ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഇവിടെ കൃഷി ഇറക്കണം. അപ്പൊ കൃഷി ഇറക്കണ ഈ തൂമ്പിട്ടില്ലെങ്കിൽ കൃഷി ഇറക്കാൻ പറ്റില്ല. ഈ എഞ്ചിനീയറുടെ തൂമ്പിട്ടത് ബലപ്പെടുത്തിയാൽ മാത്രമേ വർക്ക് നടക്കൂ ഈ സീസണിൽ. ഇല്ല പിന്നെ അടുത്ത കൃഷി കഴിഞ്ഞ പിന്നെ നടക്കുള്ളൂ. അപ്പൊ നിർമ്മാണ പ്രവർത്തനമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അതിപ്പോ പോയിരിക്കാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ രേഖ നോക്കിയാൽ ഇപ്പോൾ ഞാനിപ്പോ രേഖ എടുത്തിട്ടുണ്ട്. അതിന്റെ ഈ റവന്യൂ രേഖയുണ്ട്, പഴയ ലിത്ത മാപ്പ് നോക്കിയാൽ കാണാം, സർവേക്ക് മുമ്പുള്ള രേഖയുണ്ട്, റീസർവേക്ക് ശേഷമുള്ള രേഖയുണ്ട്. അതെല്ലാം നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ രേഖയിൽ കാണും. തെക്കേ അറ്റത്ത് 5.8 മീറ്റർ വീതിയുണ്ട്. പിന്നെ വടക്കോട്ട് വീതി ഇല്ലാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് റവന്യൂ രേഖ കൂടി നോക്കി ആ വഴിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അവർക്ക് കൂടി ഗുണമായൊരു കാര്യം, അവർ അനുകൂലമായ തീരുമാനം എടുത്താൽ മതിയാവും. അതാണ് പറയാനുള്ള കാര്യം. ഞാൻ എന്തായാലും ഇപ്പോ നോക്കാൻ പോവാണ്. ആലപ്പുഴയില് ഈ ഇതുപോലെ റിസോർട്ട് നടത്തുന്ന ആളുകൾ, വൻകിടക്കാർ, അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തടസ്സമില്ല നടത്താൻ കഴിയുന്നു എന്നുള്ളത് ജില്ലാ ഭരണകൂടം ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു തടസ്സം അവർക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലപ്പുഴയിൽ പോയി നോക്കിയാൽ മതി. 1 ഏക്കറിന്റെ മേലെ നികത്തിയിരിക്കുകയാണ്. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു തോടുണ്ട്, തോടിന്റെ കല്ല് കെട്ടി കൊടുത്തു റിസോർട്ടുകാരൻ. ആർക്കും ഒരു പ്രശ്നമില്ല ഈ നാട്ടിൽ. അതിപ്പോ ഞങ്ങളങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല. ഞാനിപ്പോ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽ വന്നൊരു കാര്യം ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ.